നമസ്കാരം. ഇന്ന് 2023 ജൂലൈ 14 വെള്ളിയാഴ്ച. ഞാൻ സോയ് പി ജേക്കബ്, ന്യൂസ് ഡെസ്ക്, ബ്രില്യൻ സ്റ്റഡി സെൻറ്റർ പാല. ഇന്നത്തെ പത്രവാർത്തകളിലെ വിദ്യാഭ്യാസ വിശേഷങ്ങളൊന്ന് പരിശോധിച്ചാൽ, പുതിയ 64 എഞ്ചിനീയറിംഗ് കോഴ്സുകൾക്ക് അനുമതി. സ്വാശ്രയ എഞ്ചിനീയറിംഗ് പ്രവേശനം ഫീസ് വർധന അനുവദിക്കില്ല. നെക്സ്റ്റ് പരീക്ഷ മാറ്റിവെച്ചു. ഇങ്ങനെ 3 തലക്കെട്ടോടുകൂടിയാണ് ഇന്നത്തെ പത്രവിശേഷങ്ങളിലൂടെ നാം മനസ്സിലാക്കുന്നത്. ദീപികയുടെ ഒന്നാമത്തെ പേജിൽ ഒന്നാമത്തെ വാർത്തയായിട്ട് നൽകിയിരിക്കുന്നു. 64 എഞ്ചിനീയറിംഗ് കോഴ്സുകൾ അംഗീകാരം നൽകി സാങ്കേതിക സർവകലാശാല. 47 കോളേജുകളിൽ സീറ്റ് വർദ്ധിപ്പിക്കും. ബിവോക് കോഴ്സുകൾ ആരംഭിക്കും. ഇതേ വാർത്ത തന്നെ ജനയുഗം പത്രത്തിൻ്റെ വാർത്താ പേജിൽ പറയുന്നു. സാങ്കേതിക സർവകലാശാലയിൽ 64 പുതിയ എഞ്ചിനീയറിംഗ് കോഴ്സുകൾ, 47 കോളേജുകളിൽ സീറ്റ് വർദ്ധിപ്പിക്കുവാനും തീരുമാനം. ഇനി മാധ്യമം പത്രത്തിൽ 64 പുതിയ എഞ്ചിനീയറിംഗ് കോഴ്സുകൾക്ക് അനുമതി. കമ്പ്യൂട്ടർ സയൻസിലും അനുബന്ധ മേഖലയിലുമാണ് പുതിയ കോഴ്സുകൾ കൂടുതലും. ദേശാഭിമാനി പത്രത്തിൻ്റെ എഡ്യൂട്രാക്ക് പേജിൽ പ്രധാന വാർത്ത കൊടുത്തിരിക്കുന്നു. സാങ്കേതിക സർവകലാശാലയിൽ 64 പുതിയ കോഴ്സുകൾ. മാതൃഭൂമി വിദ്യാഭ്യാസ രംഗത്തിൽ 64 പുതിയ എഞ്ചിനീയറിംഗ് കോഴ്സുകൾക്ക് അനുമതി. 47 കോളേജുകളിൽ സീറ്റ് വർദ്ധിപ്പിക്കും. ഇങ്ങനെ എല്ലാ പത്രത്തിലും ഒരേ പ്രാധാന്യത്തോടുകൂടി വ്യത്യസ്ത അവതരണ രീതിയിൽ കൊടുത്തിരിക്കുന്ന ഈ വാർത്ത 2023-24 അധ്യയന വർഷത്തിൽ 64 നവീന എഞ്ചിനീയറിംഗ് കോഴ്സുകൾക്ക് അംഗീകാരം നൽകാൻ APJ അബ്ദുൽ കലാം സാങ്കേതിക ശാസ്ത്ര സർവകലാശാല തീരുമാനിച്ചു. 2 പുതിയ എഞ്ചിനീയറിംഗ് കോളേജുകൾ ആരംഭിക്കുവാനുള്ള നിരാക്ഷേപ പത്രം നൽകാനും ഈ കോളേജുകളിൽ വിദഗ്ധ പരിശോധന നടത്താനും തീരുമാനമായി. അഫിലിയേഷൻ നടപടികൾ പൂർത്തിയാക്കാൻ AICTE നൽകിയ അന്തിമ തീയതിയിലും വളരെ മുൻപാണ് സർവകലാശാലകൾ ഈ പ്രക്രിയ പൂർത്തിയാക്കിയിരിക്കുന്നത്. 140 എഞ്ചിനീയറിംഗ് കോളേജുകളുടെ അഫിലിയേഷൻ നടപടികൾ പൂർത്തിയാക്കി പുതിയ കോഴ്സുകൾ ആരംഭിക്കുന്ന കോളേജുകളുടെ പട്ടികയും നിലവിലുള്ള സീറ്റുകളിലെ സീറ്റ് വർധനവയുടെ വിവരങ്ങളും സർക്കാരിന് കൈമാറി. AICTEയുടെ അക്കാഡമിക് കലണ്ടർ പ്രകാരം സർവകലാശാലകൾ അഫിലിയേഷൻ അനുവദിക്കുന്നതിനുള്ള അവസാന തീയതി ജൂലൈ 31. 64 എഞ്ചിനീയറിംഗ് കോളേജുകളിൽ പുതിയ കോഴ്സുകൾ ആരംഭിക്കാനും 47 കോളേജുകളിൽ സീറ്റ് വർദ്ധിപ്പിക്കാനും സർവകലാശാല ഉത്തരവായിട്ടുണ്ട്. പുതിയ പഠന മേഖലകളിലായി നവീന എഞ്ചിനീയറിംഗ് കോഴ്സുകൾ നിരവധി കോളേജുകൾ ആരംഭിക്കുന്നതോടുകൂടി എഞ്ചിനീയറിംഗ് പഠനം ആഗ്രഹിക്കുന്നവർക്ക് കേരളത്തിൽ തന്നെ അത് പഠിക്കുന്നതിനുള്ള സാധ്യതയാണ് ഒരുങ്ങുന്നത്. നിലവിലുള്ള BTech BArch കോഴ്സുകൾക്ക് പുറമെ ഈ അധ്യയന വർഷം മുതൽ ബിവോക് കോഴ്സുകളും സർവകലാശാല ആരംഭിക്കും. നിലവിൽ ഒരു കോളേജിന് സൈബർ സെക്യൂരിറ്റിയിലാണ് ബിവോക് കോഴ്സ് അനുവദിച്ചിട്ടുള്ളത്. എമർജിംഗ് എഞ്ചിനീയറിംഗ് മേഖലയിൽ VSLI ഡിസൈൻ ആൻഡ് ടെക്നോളജി, ഡിസൈൻ മേഖലയിൽ ബാച്ചിലർ ഓഫ് ഇൻട്രാക്ഷൻ ഡിസൈൻ, കമ്മ്യൂണിക്കേഷൻ ഡിസൈൻ എന്നിവയാണ് പുതുതായി ആരംഭിക്കുന്ന കോഴ്സുകൾ. കൂടാതെ കമ്പ്യൂട്ടർ സയൻസിലും അനുബന്ധ മേഖലയിലുമാണ് പുതിയ കോഴ്സുകൾ കൂടുതലായും അനുവദിച്ചിരിക്കുന്നത്. ഈ മേഖലയിലെ അനന്തമായ തൊഴിൽ സാധ്യത കണക്കിലെടുത്താണ് ഈ തീരുമാനം. കൂടാതെ ദീപിക പത്രത്തിൽ പുതിയ കോഴ്സുകളുടെയും സീറ്റ് വർദ്ധിപ്പിച്ച കോളേജുകളുടെയും ലിസ്റ്റ് ലഭിക്കുന്നതിനായി QR കോഡ് കൊടുത്തിട്ടുണ്ട്. അത് സ്കാൻ ചെയ്ത് കൂടുതൽ വിവരങ്ങൾ നിങ്ങൾക്കറിയാവുന്നതാണ്. ഇനി മനോരമ പത്രം പറയുന്നു, സ്വാശ്രയ എഞ്ചിനീയറിംഗ് പ്രവേശനം ഫീസ് വർധന അനുവദിക്കില്ല. IHRDയുടെ 7 എഞ്ചിനീയറിംഗ് കോളേജുകളിൽ 75% സീറ്റിൽ സർക്കാർ ഫീസ്. കോളേജുകളുടെ അഫിലിയേഷൻ വിവരങ്ങളും പ്രവേശനം സംബന്ധിച്ച സ്വാശ്രയ മാനേജ്മെൻറ്റുകളുമായുള്ള ധാരണയും സർക്കാർ അറിയിച്ചാൽ ഉടൻ എഞ്ചിനീയറിംഗ് പ്രവേശന നടപടികൾ പ്രവേശന പരീക്ഷാ കമ്മീഷണർ തുടങ്ങുന്നതായിരിക്കും. സ്വാശ്രയ എഞ്ചിനീയറിംഗ് കോളേജുകളിൽ ഈ വർഷവും ഫീസ് വർധന അനുവദിക്കില്ലെന്നാണ് സർക്കാർ നിലപാട്. എഞ്ചിനീയറിംഗ് പ്രവേശന നടപടികൾ പൂർത്തിയായ ശേഷം ലാപ്സാകുന്ന സീറ്റിൽ പ്രവേശന പരീക്ഷ എഴുതാത്തവർക്കും പ്രവേശനം നൽകാൻ മാനേജ്മെൻറ്റുകളെ അനുവദിക്കുന്ന സർക്കാർ ഉത്തരവിൻ്റെ കരട് നിയമവകുപ്പിൻ്റെ പരിശോധനയിലാണ്. AICTE നിബന്ധനയനുസരിച്ച് എഞ്ചിനീയറിംഗ് പ്രവേശനം സെപ്റ്റംബർ 15 പൂർത്തിയാക്കേണ്ടതാണ്. MBBS പ്രവേശനത്തിൻ്റെ തീയതി ദേശീയ മെഡിക്കൽ കമ്മീഷൻ പ്രഖ്യാപിച്ചാൽ മാത്രമേ പ്രവേശന പരീക്ഷാ കമ്മീഷണർക്ക് നടപടി സ്വീകരിക്കാനാവൂ. ഇനി മറ്റൊരു വാർത്ത പറയുന്നു, നെക്സ്റ്റ് പരീക്ഷ 2019 ബാച്ചിനെ ഒഴിവാക്കും. മെഡിക്കൽ വിദ്യാർത്ഥികൾക്ക് പുതുതായി നടത്തുന്ന നെക്സ്റ്റ് പരീക്ഷ നിലവിൽ അവസാന വർഷം, അതായത് 2019 ബാച്ചിൽ പഠിക്കുന്നവർക്ക് ഉപേക്ഷിച്ചേക്കും. ആരോഗ്യ മന്ത്രാലയത്തിൻ്റെ ശുപാർശ പ്രകാരം പുതിയ നിർദ്ദേശം വരുന്നതുവരെ നെക്സ്റ്റ് മാറ്റിവെക്കുന്നുവെന്ന് ദേശീയ മെഡിക്കൽ കമ്മീഷൻ്റെ അറിയിപ്പുണ്ട്. 2019 ബാച്ചിൻ്റെ കാര്യത്തിൽ നെക്സ്റ്റ് പൂർണ്ണമായും ഉപേക്ഷിച്ചു എന്ന് വ്യക്തമാക്കിയിട്ടുമില്ല. എങ്കിലും 2020 ബാച്ചുകാർക്ക്
ഇത് ബാധകമാകുക എന്ന് കേന്ദ്ര ആരോഗ്യമന്ത്രി മൻസുഖ് മാണ്ഡവ്യ അടുത്തിടെ പറഞ്ഞിരുന്നു. ഇതിന് പിന്നാലെയാണ് 2019 ബാച്ചിന് നെസ്റ്റ് മാറ്റിയെന്ന അറിയിപ്പുണ്ടായിരിക്കുന്നത്. അതേസമയം 28-ന് നടത്തുമെന്ന് പ്രഖ്യാപിച്ചിരിക്കുന്ന നെസ്റ്റ് മോക്ക് ടെസ്റ്റ് മാറ്റുന്ന കാര്യത്തിൽ ഇതുവരെയും അറിയിപ്പൊന്നും ലഭിച്ചിട്ടില്ല. 2020-ൽ പാസ്സാക്കിയ ദേശീയ മെഡിക്കൽ കമ്മീഷൻ നിയമം അനുസരിച്ച് 3 വർഷത്തിനുള്ളിൽ നെസ്റ്റ് നടപ്പാക്കേണ്ടതുണ്ട്. ഈ വർഷം അത് നടപ്പാക്കാൻ കഴിയില്ലാത്തതിനാൽ 2024 മുതൽ നെസ്റ്റ് തുടങ്ങുമെന്ന് കമ്മീഷൻ നേരത്തെ വിജ്ഞാപനമിറക്കിയിരുന്നു. ഇനി ഇതുതന്നെ ഇന്നത്തെ മാതൃഭൂമി പത്രത്തിൽ പറയുന്നു, നെസ്റ്റ് പരീക്ഷ മാറ്റിവെച്ചു. 2019-ലെ MBBS ബാച്ചിനെയാണ് 2024-ൽ നടക്കുന്ന ആദ്യ നെസ്റ്റിന് പരിഗണിക്കുക എന്നായിരുന്നു NMC ആദ്യം അറിയിച്ചത്. എന്നാൽ ഇതിനെതിരെ വിദ്യാർത്ഥികളും അധ്യാപകരും സമൂഹ മാധ്യമങ്ങളിൽ നെസ്റ്റ് ബഹിഷ്കരിക്കുക ക്യാമ്പയിൻ ആരംഭിച്ചിരുന്നു. ഒപ്പം നെസ്റ്റിൻ്റെ യോഗ്യത പെർസെൻറ്റേജിൽ 2 ഘട്ടങ്ങളിലായി നടക്കുന്ന പരീക്ഷയുടെ ഇടവേളകൾ എന്നിവയിൽ പുനർവിചിന്തനം ആവശ്യപ്പെട്ട് കേന്ദ്ര ആരോഗ്യമന്ത്രി മൻസുഖ് മാണ്ഡവ്യയ്ക്കും NMCക്കും വിദ്യാർത്ഥികൾ കത്തയച്ചിരുന്നു. ഇതിന് പിന്നാലെയാണ് വ്യാഴാഴ്ചത്തെ NMCയുടെ പരീക്ഷ മാറ്റിവയ്ക്കൽ അറിയിപ്പ്. അതുതന്നെ ഇന്നത്തെ ഇന്ത്യൻ എക്സ്പ്രസ്സിലും വളരെ പ്രധാന വാർത്തയായിട്ട് നൽകിയിരിക്കുന്നു. നെക്സ്റ്റ് ഫോർ ഫൈനൽ ഇയർ MBBS സ്റ്റുഡൻസ് പുട്ട് ഓഫ്. ഇനി വളരെ കൗതുകത്തോടു കൂടി ഒരു ഹെഡിങ് കൊടുത്തിരിക്കുന്നു, വാട്ട് ഈസ് നെക്സ്റ്റ്? നെക്സ്റ്റ് ഈസ് conceived as a licentiate examination to certify eligibility of a medical graduate to register to practice the modern medicine in India. It is also formulated as an entrance examination for admission to postgraduate medical education. AIIMS will conduct the test. Next will be held in 2 phases. Next is step 1 and step 2, twice a year in May and November. After clearing next step 1, students will do an internship for 1 year. The next step 1 score will be considered for PG admission. After the internship, the medical students must clear next step to become eligible for license to practice. അതായത് നെക്സ്റ്റ് പരീക്ഷ വർഷത്തിൽ 2 തവണകളായി മെയ് മാസത്തിലും നവംബർ മാസത്തിലും സ്റ്റെപ്പ് 1, സ്റ്റെപ്പ് 2 ഇങ്ങനെ 2 ഫേസ് ആയിട്ടാണ് നടത്താൻ തീരുമാനം. സ്റ്റെപ്പ് 1 പൂർത്തിയായവർ 1 വർഷം ഇൻറ്റേൺഷിപ്പ് ചെയ്യണം. ഈ സ്കോർ തന്നെയാണ് PG അഡ്മിഷനും പരിഗണിക്കുക. PG പ്രവേശനം, അതിൻ്റെ രജിസ്ട്രേഷൻ, വിദേശത്തു നിന്ന് ബിരുദം നേടിയെത്തുന്നവർക്കുള്ള യോഗ്യതാ പരീക്ഷ എന്നിവയെല്ലാം നെക്സ്റ്റ് തന്നെയായിരിക്കും മാനദണ്ഡം. ഇതോടെ ഇന്നത്തെ നമ്മുടെ വാർത്താ വിശേഷങ്ങൾ ഇവിടെ പൂർത്തിയാവുകയാണ്. വീണ്ടും കാണാം പുതിയ വിദ്യാഭ്യാസ വാർത്തകളുമായി. നന്ദി, നമസ്കാരം. എൻട്രൻസ് സംബന്ധമായ വാർത്തകളും അപ്ഡേഷനുകളും ഏറ്റവും വേഗം ആധികാരികമായി അറിയാൻ ബ്രില്യൻറ്റ് സ്റ്റഡി സെന്റർ പാല യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ബെൽ ഐക്കൺ അമർത്തുക. ഈ വീഡിയോ മറ്റ് സുഹൃത്തുക്കളിലേക്കും ഷെയർ ചെയ്ത് നൽകുക.